ചിലക്കരയിൽ പോളിംഗ് അവസാനിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനാണ് നമുക്കൊപ്പമുള്ളത്. ബലട്ട വലിയ പ്രചാരണമാണ് ഈ ദിവസങ്ങളിൽ നടത്തിയത്. ഒടുവിൽ ചേലക്കര ജനവിധി എഴുതിയിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ? നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ 3 മാസക്കാലം സംഘടന താഴെത്തട്ടിൽ നടത്തിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ വോട്ടർമാരെയും നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് 90% വോട്ടർമാരെ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തി പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്, നമുക്ക് വിജയിക്കാൻ പറ്റും. BJP ഇത്തവണ ചേലക്കര താമര വിരിയും. തുടക്കം മുതൽ BJPക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, തൃശ്ശൂർ ആവർത്തിക്കുമെന്നുള്ളത്. അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? വളരെ കൃത്യമായിട്ട് നമ്മൾ നിശ്ചയിച്ച പ്ലാൻ പ്രകാരം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്, ഇത്തവണ ചേലക്കരയിൽ BJP ആയിരിക്കും. തുടക്കത്തിൽ ഉണ്ടായ അതേ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ? 100% ആത്മവിശ്വാസത്തിൽ ഒരു മാറ്റവും. പോളിംഗ് അല്പം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. അത് ആർക്കെങ്കിലും അത് ഗുണമാകുമെന്ന് BJP കരുതുന്നുണ്ടോ? BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിച്ച വോട്ടുകളിൽ 90% പോൾ ചെയ്യിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം. അതുമാത്രം തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളൂ. മറ്റത് ജനമനസ്സുകളിലുള്ളതാണ്, അത് അവർ തീരുമാനിക്കട്ടെ. 10 ദിവസത്തെ ഒരു കാത്തിരിപ്പുണ്ട്. അത് പ്രതീക്ഷയോടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണല്ലേ? ഞാനൊരു ശുഭ പ്രതീക്ഷിക്കുന്ന ആളാണ്, ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അതാണ് BJP സ്ഥാനാർത്ഥിക്കും പറയാനുള്ളത്. ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് ഇനി അറിയാൻ. എന്തായാലും തങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചു. അതൊക്കെ വോട്ടായി മാറിയെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും പങ്കുവെക്കുന്നത്.